ആകെ കൂടെ എത്ര ദിവസം കൊണ്ട് കിട്ടിയെന്ന് പരിപാടിയാണെന്നറിയാം. ഇത് 10 ദിവസമായി നമ്മൾ ഈ പരിപാടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിനകത്ത് ആരാ അവതാളം പഠിച്ചേ? എനിക്ക് നിന്നെ ആ സംശയം. അത് ഇന്നൊന്നല്ലേ തുടങ്ങിയ സംശയമൊന്നും അല്ലല്ലോ നിങ്ങൾക്ക്. അത് കെട്ടിലെ സംശയം. അതവിടെ നിക്കട്ടെ. ഞാൻ കൊട്ടിലെ സംശയമാ ചോദിച്ചേ. എനിക്ക് അറിഞ്ഞൂടെ ആരാ തെറ്റിച്ചെന്ന്. എന്നാ നീ ഒന്ന് കൊട്ടിക്ക്. ആ മതി. അപ്പൊ ഇവിടുന്നല്ല. നീ ഒന്ന് വായിച്ചേ. അതെങ്ങനാന്ന് പറ. അവന് മലയാളം വരത്തില്ല. എന്തോ പറഞ്ഞ് അവനോടൊന്ന് മനസ്സിലാക്കും. നിങ്ങൾ എന്തുവാ മനുഷ്യ കോഴി മറ്റേ അരി കൊത്തി തിന്നണ പോലെയൊക്കെ കാണിക്കണേ? എടി വായിക്കുന്നതിന് എന്തുവാ ഹിന്ദി പറയുന്നേ? അത് പഠന പഠന. അത് കാസർഗോഡുള്ള ഒരു സ്ഥലവാ. സ്ഥലത്തിന്റെ കാര്യമല്ല പറഞ്ഞത്, ഹിന്ദിയിലെ പഠന പഠന. പാട്ന പാട്ന മേരാ ബീവി കാ ഘർ പാട്ന ഹേ. അത് അവിടുന്നും പോയി. അതല്ല ഞാൻ പറഞ്ഞേ. എങ്ങനെയല്ലോ അവനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അപ്പൊ നീ എന്നെ കൊല്ലാൻ അവനെ ഏർപ്പാട് ചെയ്താന്നോ? അതല്ല പറഞ്ഞത്, ഡ്രം സെറ്റ് മേ. മതി. അപ്പൊ അവിടുന്നും അല്ല. അപ്പൊ ഇവിടെന്നാ. ആര് പറഞ്ഞു? നിങ്ങൾ വായിച്ചു നോക്ക്. ഞങ്ങൾ വായിച്ച. ഞാൻ ഇത് 10-16 വർഷമായി തുടങ്ങിയിട്ട്. ഞാനല്ലേ ഇതിന്റെ ആശാൻ. എനിക്ക് തെറ്റത്തില്ല. പിന്നെ എനിക്ക് തെറ്റി എവിടാന്നറിയോ? എന്ന് നിന്നെ കല്യാണം കഴിച്ചോ അവിടെ എനിക്ക് തെറ്റിയത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഒന്ന് കാണാൻ പറയാതെ നിങ്ങൾ അങ്ങോട്ട് വായിക്കാൻ നോക്ക്. ഇത് പാട്ടിന്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രശ്നമല്ല. അതിന്റെ വരികളുടെ പ്രശ്നമാണ് നമ്മളിപ്പോ ഈ തെറ്റിയത്. നമുക്ക് മാറ്റി പിടിച്ചാലോ? ചേട്ടാ ചേച്ചി പറഞ്ഞ പാട്ട് മാറ്റണ്ടെന്ന് പറഞ്ഞു. നല്ല പാട്ടല്ലേ? നീ നല്ല പാർട്ടിയാ. എടാ ഇവള് നല്ലതാന്ന് പറഞ്ഞതാ. നീ നിനക്ക് എന്തോ അറിയാം. ചേച്ചി എന്നാ നമുക്ക് പാട്ട് മാറ്റി പിടിക്കാം. മാറ്റി പിടിക്കാം. അതിനൊക്കെ ഞാൻ പിടിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ ചെറുക്കൻ സ്കൂൾ വിട്ട് വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. താമസിച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എടി സ്കൂൾ വിട്ട് ചെറുക്കൻ വരുമ്പോ എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവനെ നമ്മളെ മരത്തെ കെട്ടിയിടുവോ അല്ലെങ്കിൽ പുറകാലം കൊണ്ട് അടിക്കോ തൊഴിക്കോ ഒന്നും അവൻ ചെയ്യത്തില്ല. പക്ഷേ കമ്മിറ്റിക്കാരങ്ങനല്ല. അവർക്ക് മരവെന്നില്ല, മടലെന്നില്ല. കൈ കിട്ടുന്ന എല്ലാം വെച്ച് കീറും അവര്. അതിനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പാട്ട് മാറ്റി പിടിച്ചാലോ? റെഡി? പിന്നെ ഒരു കാര്യം, ഞാൻ കൈ പൊക്കുമ്പോ മാത്രമേ അടിക്കാവൂ. എന്താ ചേട്ടാ? കൈ കൈ ഹാത്ത് ഹാത്ത് പൊക്കും. അയ്യോ പിന്നെ അവളാണോ എന്നെ അടിക്കുന്ന കാര്യമല്ല. അതെല്ലാം അടിക്കണം. റെഡിയാണോ? ഓക്കെ റെഡി. 1 2 3 സ്റ്റാർട്ട്. ആരാ? സാബു ആണോ? സാബു ആണോ? സാബുവാണ്. അവള് പറഞ്ഞല്ലോ സാബു ആണ്. പിന്നെ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? എനിക്ക് മനസ്സിലായി. ഇത് മോള്, ഇത് മരുമോൻ. അല്ല, ഇതെന്റെ വല്യമ്മ, അതെന്റെ വല്യച്ഛൻ. നാരായണ ചേട്ടാ. കേട്ടോ, അവനൊരു പേരും അങ്ങിട്ട് നാരായണൻ ചേട്ടൻ. ഉണ്ടോ? അല്ല, ഞാൻ ഭാര്യ. സാബു ചേട്ടൻ, ഞാൻ ഭാര്യ. ഇത് ഞങ്ങളുടെ സ്റ്റാഫാ. അല്ല, മനസ്സിലായില്ല. ഞാൻ എന്തിനാ വന്നെന്ന് പറയുന്ന മുമ്പ് ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേരാണ് മാത്യു തരകൻ ആന്റണി. ഓക്കെ. അപ്പൊ ബാക്കി 2 പേര് എൻട്രി എപ്പോഴാ? എന്റെ പൊന്നെ, എന്റെ പേരാ ഈ നീളമുള്ളത്. എന്റെ കുടുംബത്തെ എല്ലാവർക്കും ഈ നീളമുള്ള പേരല്ലേ? ആണോ? പിന്നെ അത് മാത്രമല്ല, എന്റെ വീട് മുട്ടിൽ നിൽക്കുന്ന തെങ്ങിന് നീളമുണ്ട്, തേക്കിന് നീളമുണ്ട്, പ്ലാവിന് വേറെ നീളം ഇല്ലയോ? ആണോ? പിന്നെ അവസ്ഥ ഇവിടെ അവർ വീട്ടിലും. എന്തുവാ ഇവരെ? പക്ഷെ എല്ലാവർക്കും നാക്കിനാ നീളം. അതിപ്പോ എന്തിനാ ഇവിടെ പറയുന്നേ? എന്നാ നിങ്ങൾ വന്ന കാര്യം പറ. ഞാൻ വന്നത് കാട്ടാക്കടല എനിക്കൊരു തുണിക്കടയുണ്ട്. തണ്ടുരുളും തടിയുരുളും തടിമേലൊരു ചെറുമണി കുരുമുളക് 200 പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്തിയത്ത് കുത്തിയിരുന്നു. മലയിലൊരു മൈ. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ കളിക്കില്ല. അടുത്ത പറ. ഞാൻ ഈ നാക്കുളുക്കി കളിക്ക് വന്നതാണോ? പിന്നെന്തിനു വന്ന? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ വന്നത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു തുണിക്കടയുണ്ട്. അപ്പൊ ഞാൻ അതിന് തീ ഇടണോ? ഉടനെ അതാണോ പറയുന്നത്? പിന്നെ എന്തോ ചെയ്യാനാ? അതിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ ഇവിടെ തുടങ്ങുന്നുണ്ട്. അത് വേണ്ട. ഇവിടെ ഇപ്പൊ അത്യാവശ്യം ഒരു ബാൻഡ് ഇവിടെ ഉണ്ട്. അതിനിടയ്ക്ക് കാട്ടാക്കട എന്നൊരു ബാൻഡ് കൂടി ഇതിനകത്ത് കുത്തി കയറ്റണം. എന്റെ പൊന്നു മനുഷ്യ, ബ്രാഞ്ച് ബ്രാഞ്ച് ബ്രാൻഡ് എന്നല്ല, ബ്രാഞ്ച് തുടങ്ങണം. ഇവിടെ അതിന് നമുക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് അറിയാൻ വന്നായിരിക്കും. ഇല്ല, ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു സുഹൃത്തെ, അതിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് അന്ന് നിങ്ങളുടെ കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നതാണ് ഞാൻ. ബെസ്റ്റ്. കേട്ടോടി, ഇത്രയും ഇൻസ്ട്രുമെന്റ് അവൻ കണ്ടിട്ടും അവൻ സംഗീതത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ളവനാ. കച്ചേരി ബുക്ക് ചെയ്യാൻ വന്നു. എന്താന്ന് ചോദിക്കും ചേട്ടാ. കുഴപ്പമില്ല, അത് നമുക്ക് ബുക്ക് ചെയ്യാം. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ. എന്തുവാ? സാമ്പത്തിക വെച്ച് കൂടുതലാ. പൈസ എനിക്കൊരു പുത്തിരി അല്ലെന്നേ. എനിക്കതാണല്ലോ പ്രശ്നം. നിങ്ങൾ എത്രയാന്ന് പറഞ്ഞു ഞാൻ തരാം. ഹാർമോണി വായിക്കാത്ത കാര്യം പറ. എത്രയെങ്കിലും അങ്ങോട്ട് പറയാൻ. ഹലോ, 3 പേരോട്ടും കൂടെ ഒരു കാര്യം പറയട്ടെ.
ഞങ്ങൾക്ക് 10,000 രൂപയാകും. അയ്യോ പേടിക്കാതെ അവനെ കൂടെ വിളിച്ചോ. എന്ത് പറ്റി? നിങ്ങൾ 10,000 എന്ന് പറഞ്ഞില്ലയോ? ആ. ഞാൻ പെട്ടെന്ന് പേടിച്ചതാ. ആണ്ട കണ്ടോ, നമ്മൾ 1,00,000 രൂപ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെ കൊന്നിട്ട് ഇവൻ വിഷ പഠിച്ചു ചേർത്തേന്. അത് ശരിയാ. ഞാനൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞു. എന്റെ ഉന്ത് വണ്ടിക്കും ഈ തുണിക്കും കൂടെ കൂട്ടിക്കഴിഞ്ഞു വെറും 5,000 രൂപ ആകത്തുള്ളൂ. എന്താന്ന്? ഉന്തി വണ്ടി ഇല്ലയോ, ആ തുണിക്കെല്ലാം കൂടെ 5,000 രൂപ ആകത്തുള്ളൂ. അപ്പൊ സഞ്ചരിക്കുന്ന ജൗളിക്കട. ജൗളിക്കട. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഞങ്ങൾ ഈ ബ്രാഞ്ചിന്റെ മുമ്പിൽ നിന്ന് കൊട്ടണോ അതോ അതിന്റെ കൂടെ ഉന്തിക്കൊണ്ട് വരുമ്പോ അതിന്റെ പുറകെ നടന്ന് കൊട്ടണോ? അതൊക്കെ നിങ്ങളെ സൗകര്യം. അങ്ങനെ പറയരുത്. ഈ ക്ലാരറ്റ് സാബ് ആരാന്നറിയാവോ? ഞങ്ങൾ വലിയ പ്രൊഫഷണൽ ടീമുകളാ. എല്ലേടി നമുക്ക് എവിടെയൊക്കെ പരിപാടി കിട്ടിയിട്ടുണ്ടോന്ന് അറിയാമോ? നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ജാടായിട്ടൊന്ന് സംസാരിക്കണ്ട. ഉള്ള പരിപാടി കളയരുത്. ഒന്നാമത് ഓഫ് സീസൺ ആണ്. ആ ചെറുക്കന് നാളെ ഫീസ് കൊടുത്തു വിടണം. എടി ഒരു 10,000 രൂപ നമ്മൾ കയറ്റി വെച്ചാലേ നമുക്കൊരു 2,000 രൂപ കിട്ടത്തുള്ളൂ. ചേട്ടാ 2,000 അതിൽ പിടിക്ക് ചേട്ടാ. എന്റെ ഭാര്യ ഗർഭിണി ചേട്ടാ. അതുകൂടെ എന്റെ തലയിലോട്ട് കയറ്റി പോയി. താല്പര്യമില്ലെങ്കിൽ ഈ ഗർഭം നീ കേൾക്കുവോ? ഗർഭത്തിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞേ? ഞാൻ ഇല്ല. ബുക്ക് ചെയ്യാൻ വന്നില്ലയോ? ആ ഇപ്പൊ എന്തുവാ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ സമ്മതിപ്പിക്കും. ഒരു കാര്യം ചെയ്യും. 2,500 രൂപ. 2,500 രൂപയോ? ഇതിനൊക്കെ ചെലവുള്ളതാ. ചെലവൊക്കെ ഞാൻ ചെയ്യത്തില്ലേ സാബു? ആ ചെലവല്ല, ഇത് തന്നെ. ഈ ബായിയെ കണ്ടോ? ആ. പുള്ളി ഡെയിലി വന്നു പോയി നിൽക്കുക. പുള്ളിയുടെ വീട് എവിടാന്നറിയാം? ആസാമിലാ. ആസാമിലോ? ആ പിന്നല്ലേ. ആ പുള്ളിക്ക് കൊടുക്കണം വണ്ടിക്കൂലി, അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് വരാനുള്ള പൈസ കൊടുക്കണം. ഇതെല്ലാം നമ്മൾ വേണ്ടേ കൊടുക്കാൻ? ഇതിനൊക്കെ പൈസയാകും ഇല്ലയോ? ഇങ്ങനെ കാര്യം പറയാതെ നമ്മളെ കാര്യം പറ. എടി ദൂരേന്ന് വരുന്ന ലോങ്ങിന്ന് വരുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ തീയെ കൂട്ടി നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതിനാണോ ഡിമാൻഡ്? അതിനാണ് ഡിമാൻഡ്. അതുകൊണ്ടല്ലേ ഞാൻ അത്രയും പറഞ്ഞത്. സാബുവേ, ആ. ഞാൻ ഒരു കാര്യം പറയാം. ആ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ അത് പറ. നമ്മൾ അങ്ങോട്ടും പോകണ്ട, അവരിങ്ങോട്ടും വരുന്നില്ല, പരിപാടിയില്ല. സത്യത്തിൽ അതാ സംഭവിച്ചത്. അല്ല നീ എന്നാ പോയി കാണിച്ചു വിറ്റോ. നോക്കോ. അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ. ഞാനൊരു 2,000 രൂപ അങ്ങ് തരും. 2,000 രൂപ? ആ. ആ ഏതായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജോലി ഇതങ്ങ് ഉറപ്പിക്കാം. ഓ. 2,000 എങ്കിൽ 2,000. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ആ ഞാൻ ഇത് കണ്ട് നിങ്ങളെ പരിപാടി കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ ബുക്ക് ചെയ്യത്തുള്ളൂ. മതി 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 മതി. നമ്മൾ റെഡിയല്ലേ? റെഡിയാ റെഡിയാ. എന്നാ ഡേറ്റ് നിങ്ങൾ പറഞ്ഞിട്ട് പോവാ. ഡേറ്റ് എന്നോട് അതോടൊന്ന് പറഞ്ഞു. ഈ മാസം 24-ാം തീയതി. ഈ മാസം 24. ആ. ഇന്ന് എത്ര ഡേറ്റ്? ഇന്ന് 20-ാം തീയതി. 20. 4. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ 3 ദിവസം പോരെ ഇവന്റെ നീരൊക്കെ ഒന്ന് മാറാൻ? മതി മതി. മതി. അപ്പൊ 3-ന്റെ അന്ന് അവൻ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 24 ഓക്കെ റെഡി. റെഡിയാണോ? ആ. ഒരു കോൾ ചെയ്തോട്ടെ. ആ, ഒരു പോയിട്ട് മിനിറ്റ്. വാ. ആശിച്ച് കിട്ടിയൊരു പ്രോഗ്രാമായത്. ഇത് നശിപ്പിക്കല്ലേ. ഇടയ്ക്കെങ്ങും കയറി അടിക്കരുത്. ഇല്ല. ഞാൻ കൈ വെക്കുമ്പോ മാത്രമേ അടിക്കാവൂ. പറഞ്ഞു മനസ്സിലായല്ലോ? എല്ലാം കറക്റ്റാണ്. ഞാൻ കൈ വെക്കുമ്പോ മാത്രമേ അടിക്കാവൂ. ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി അടിക്കരുത്. ഓക്കെ. ശരി ശരി. ഓ ബ്രാഞ്ചിൽ നിന്ന് വിളിച്ചത്. അവിടെ ചെറിയൊരു പ്രശ്നം. അയ്യോ ബ്രാഞ്ച് ഉന്തി ആരെങ്കിലും അങ്ങ് മാറ്റി കാണും. ഓ, അതല്ലെന്ന്. നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബുക്ക് ചെയ്തോന്ന് വിളിച്ചു ചോദിച്ചതാ. ആണോ? അപ്പൊ അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പം പ്രോഗ്രാം ചെയ്യാം. അത് കണ്ടിട്ട് നിങ്ങൾ റെഡിയാക്കിയാൽ മതി. അല്ല ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആ. ഇത് നിങ്ങളിപ്പോ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോ ഒരു 10-16 വർഷമായി കാണും. കണ്ടോ വെച്ചാലൊക്കെ നാട്ടോ. നിർത്താൻ പറ. ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ മനസ്സിന് ആരോഗ്യമായിട്ട് 2 സൈഡും നിന്നോണ്ട് എന്തോ ഈ കാണിക്കുന്നത്? എന്തോ ചെയ്യാ. ഇത് ഭാര്യയാന്നല്ലേ പറഞ്ഞേ? ആന്നു. ഇത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? അവക്കൊരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ്. ഓ, എന്റെ സാബു ഒന്ന് നിർത്താൻ പറ സാബു. ഇതെന്തോ നിങ്ങൾ കാണിക്കുന്നത്? ഒരു പ്രോഗ്രാം ഒക്കെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഒന്നാമത് സൗണ്ട് ചെവിയുടെ കീഴിൽ നിന്ന് കിടന്നുകൊണ്ടൊക്കെ. അല്ല നിങ്ങളെ വിദേശത്തൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ടോ? ഉണ്ടോന്നോ? എത്രയോ പരിപാടി. നിർത്താൻ പറ. എന്തോ ഇത്? നിർത്താൻ പറ. ഒന്ന് നിർത്ത്. സേട്ടറല്ലേ പറഞ്ഞ കൈ പൊക്കുമ്പോ അടിക്കണമെന്ന് അല്ലേ ചേച്ചി? നിങ്ങളല്ലേ പറഞ്ഞത് കൈ പൊക്കുമ്പോഴൊക്കെ? ഓ കൊള്ളാം. അപ്പം പ്രാക്ടീസ് നടക്കുന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാലേ ആ ചേട്ടൻ അടിക്കത്തുള്ളൂ. ആ ഈ പരിപാടി വേണ്ട. ഈ പരിപാടി അവിടെ കൊണ്ടുപോയാൽ എന്റെ ഉദ്ഘാടനം പൊളിയും. വേണ്ട. അങ്ങനെയല്ല. വേണ്ട അവിടെ നിന്ന് ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അങ്ങനെ ഞങ്ങളെ പരിപാടി ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇതിനൊക്കെ റൂളുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ വെറുതെ പോകാൻ പറ്റത്തില്ല. വേണ്ട. ഇതൊക്കെ നിങ്ങളെ കള്ളക്കളി. ഈ പരിപാടി എന്തോ അവിടെ വേണ്ടെന്ന് പോകല്ലേ. എന്തോ ചെയ്യുമെന്ന് പറയാം. വന്ന് കസ്റ്റഡി കയറി ഒരു പരിപാടിയാണ് രണ്ടും കൂടെ കളഞ്ഞിരിക്കുന്നത്. നിനക്ക് പിന്നെ മുറിവെണ്ണ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. എന്നോട് എടി എന്തോ പരിപാടിയെ കാണിച്ചത്? ഈ 2 എണ്ണത്തിന് കൂടെ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എൻ്റെ തല വെച്ചത്. ചേട്ടൻ കൈ താത്തി ചേട്ടൻ തന്നെ താണിരുന്നു. നിർത്താം ചേച്ചി അടി. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.